ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ പറ്റിയാണ്. അതാണ് ബേസിക്കലി ബൗൺസിംഗ് ബോൾ പ്രോബ്ലംസ്. സോ നമുക്ക് എന്താണ് ബേസിക്കലി പ്രോബ്ലം നോക്കാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു സർഫസ് ഉണ്ട്, ആൻഡ് ഞാൻ ഈ സർഫസിലോട്ട് ഞാനൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ത്രോ ചെയ്യുന്നതാവാം. എന്തായാലും ഈ ബോൾ എൻ്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. എങ്കിൽ നമുക്കറിയാം ഇത് ഹിറ്റ് ചെയ്തതിന് ശേഷം ഈ ബോൾ എന്തായാലും റീബൗണ്ട് ചെയ്യും. റീബൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെയൊക്കെ മൂവ് ചെയ്യുമായിരിക്കും. സോ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഇതിന്റെ കംപ്ലീറ്റ് മോഷൻ എത്ര ടൈം എടുക്കും, ആൻഡ് ഇത് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ഈ സാധനം ട്രാവൽ ചെയ്യും. ഇനി സപ്പോസ് എന്റെ സർഫസ് ഇങ്ങനെയാണ്, ഞാൻ എന്റെ ബോളിന് ഞാൻ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണ് എറിയുന്നതെങ്കിൽ നമുക്കറിയാം മോഷൻ ഈ സ്ട്രക്ചറിലായിരിക്കും. എങ്കിൽ എനിക്കറിയേണ്ടത് ഈ എൻറ്റയർ മോഷൻ ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം എടുക്കും, ആൻഡ് അത് ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇനി വേണമെങ്കിൽ എന്റെ 5th കൊളീഷനും 6th കൊളീഷനും ഇടയ്ക്ക് അതൊരു ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്തിട്ടുണ്ട്. അതും എന്റെ ഫസ്റ്റ് കൊളീഷനും 2nd കൊളീഷനും ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ റേഞ്ച് ഇതിനെ